എല്ലാവർക്കും രുചിയുടെ കൂട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അവൽ വിളയിച്ചതാണ്. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ ശർക്കര ചെറുതായി കട്ട് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ടത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് 1/2 കിലോ അവൽ ഉരുളിയിലിട്ട് വറുത്തെടുക്കണം. അത് നന്നായിട്ട് വറുത്തെടുത്ത് ഒരു മൊരിഞ്ഞ പരുവത്തിലാക്കിയെടുക്കാം. എന്നിട്ടത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഉരുളിയിൽ തന്നെ ഒരു തേങ്ങ ചിരുകിയത് വറുത്തെടുക്കാം. വല്ലാതെ മൊരിയണമെന്നില്ല, അതിൻ്റെ ആ പച്ചപ്പൊന്ന് മാറിയാൽ മതി. ഇനി ഇതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ ഉരുളിയിൽ തന്നെ നമ്മൾ നേരത്തെ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചു വയ്ക്കാം. എന്നിട്ടിത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിതിലേക്ക് 4 ഏലക്കയും 1/2 സ്പൂൺ നല്ല ജീരകവും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവൽ വറുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വറുത്ത കടലപ്പരിപ്പ് 1 കപ്പ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കപ്പലണ്ടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അവൽ വിളയിച്ചത് ഇവിടെ റെഡിയായി. നല്ല ക്രിസ്പി ആയിട്ടുള്ള അവൽ വിളയിച്ചതാണ്. ഇത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ വൈകുന്നേരങ്ങളിൽ നല്ല കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു 4 മണി പലഹാരം കൂടിയാണിത്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം കൂട്ട്.